നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. കൽപ്പക കൾച്ചറൽ അസോസിയേഷന്റെ അംഗങ്ങളായ സുനിൽ സൗമ്യ ദമ്പതികളുടെ ഏക മകളും മലയാളം മിഷൻ ഗോവ ചാപ്റ്റർ മപ്സ പഠന കേന്ദ്രത്തിലെ നീലക്കുറിഞ്ഞ വിദ്യാർത്ഥിനിയുമായ കുമാരി സൗഭാഗ്യ സുനിൽ അന്തരിച്ചു. ഓൾഡ് ഗോവ ഹെൽത്ത് ബേ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വെളുപ്പിനെയാണ് വിയോഗം. മപ്സ സെൻറ് സേവിയേഴ്സ് കോളേജിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു. സൗഭാഗ്യ +2 പ്രവേശിക്കാനിരിക്കെയാണ് ദുഃഖകരമായ വേർപാട്. കുമാരി സൗഭാഗ്യയുടെ വേർപാടിൽ ഗോവൻ വിശേഷത്തിൻ്റെ ആദരാഞ്ജലികൾ. മഡ്ഗാവിൽ പഴയ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് 3 കാറുകൾക്ക് കേടുപാട്. മഡ്ഗാവിലെ പിമ്പാൽക്കട്ടയ്ക്ക് സമീപമുള്ള ഓൾഡ് ബാങ്ക് ഓഫ് ബറോഡ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 3 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ഈ സംഭവം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും പരിഭ്രാന്തിയുണ്ടാക്കി. ശക്തമായ ശബ്ദം കേട്ട് ആളുകൾ പുറത്തേക്കോടി. ആർക്കും പരിക്കേറ്റിട്ടില്ല. 2.5 വർഷം മുമ്പ് ഇതേ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് ഒരു കാൽനട യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. കെട്ടിടത്തിന്റെ ഘടനാപരമായ സ്ഥിരതയെക്കുറിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും മഡ്ഗാവ് മുനിസിപ്പൽ കൗൺസിലും ചോദ്യം ചെയ്യപ്പെടുന്നു. പോലീസും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റോഡ് അടച്ചു. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതത്തിന് സമീപമുള്ള 9 ജെട്ടികൾക്ക് NGT നോട്ടീസ്. ഗോവയിലെ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതത്തിന് സമീപമുള്ള 9 വാണിജ്യ ജെട്ടികൾക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ ദിക്ഷയ് ഫഡ്തെയും അജിത് വോൾവോയ്ക്കറും നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. മത്സ്യബന്ധനേതര ആവശ്യങ്ങൾക്കുള്ള ജെട്ടികൾ തീരദേശ നിയന്ത്രണ മേഖലയിൽ അനുവദനീയമല്ലെന്ന് ഹർജി വാദിക്കുന്നു. സങ്കേതത്തിന്റെ പരിസ്ഥിതി സെൻസിറ്റീവ് സോണിനായി സോണൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഫോറസ്റ്റ് വകുപ്പിനോട് ആവശ്യപ്പെടണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് NGT ആവശ്യപ്പെട്ടു. ജെട്ടികൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന CRZ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. SSAയിൽ 5 കോടിയുടെ തട്ടിപ്പ്. ദേശസാൽകൃത ബാങ്ക് പരിശോധനയിൽ. ഗോവയിലെ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ 5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. ദേശസാൽകൃത ബാങ്കിന്റെ പങ്കാളിത്തം സംശയിക്കപ്പെടുന്നു. SSA ചെക്ക് ബുക്ക് ഉപയോഗിക്കാതെ ബാങ്ക് ടു ബാങ്ക് ഇടപാടുകളിലൂടെയാണ് പണം കൈമാറ്റം ചെയ്തത്. തട്ടിപ്പിന് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിരിക്കാമെന്ന് സംശയിക്കുന്നു. 2 കോടി രൂപ പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെട്ടു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കേസ് നേരിട്ട് നിരീക്ഷിക്കുന്നു. തട്ടിപ്പ് കണ്ടെത്തിയ ഉടൻ പോലീസിൽ പരാതി നൽകി. ആരെയും ഇതുവരെ കുറ്റവിമുക്തരാക്കിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മെയ് 25 വരെ ഗോവയിൽ കനത്ത മഴയ്ക്ക് റെഡ് അലർട്ട്. ഗോവയിൽ മെയ് 25 വരെ കനത്ത മഴയ്ക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറബിക്കടലിലെ ന്യൂനമർദ്ദം കാരണം ഗോവ, ഗുജറാത്ത്, കൊങ്കൺ, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ പ്രവചിക്കുന്നു. മെയ് 29 വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ 2 ദിവസത്തിനകം എത്തും. നോർത്ത് ഗോവ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വെള്ളിയാഴ്ച യോഗം ചേർന്ന് മഴക്കാല അപകടങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ DDMA ചെയർപേഴ്സൺ യശസ്വിനി B നിർദ്ദേശിച്ചു. പൊർവോറിം ഭാഗത്തെ എലിവേറ്റഡ് കോറിഡോർ നിർമ്മാണം പുരോഗമിക്കുന്നു. പൊർവോറിമിലെ മജസ്റ്റിക് ഹോട്ടലിന്റെ ഭാഗത്ത് ഉയർന്ന കോറിഡോർ നിർമ്മാണം സുഗമമായി പുരോഗമിക്കുന്നു. എന്നാൽ സങ്കോൾഡ ജംഗ്ഷനിൽ ഞായറാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ലോഞ്ചിങ് ഗിൽഡറിലെ വിഞ്ച് അല്ലെങ്കിൽ ഗിയറിൽ വിള്ളൽ ഉണ്ടായതാണ് അപകടത്തിന് കാരണം. പൊതുമരാമത്ത് വകുപ്പ് പുതിയ ഭാഗം ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. പ്രൊജക്ട് ഷെഡ്യൂളിനെ ഈ തടസ്സം ബാധിക്കില്ലെന്ന് PWD ഉറപ്പ് നൽകി. പ്രൊജക്ട് ഗതാഗതക്കുരുക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.